എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളുടെ ബാക്കിയാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്കൂളിൽ ഉള്ള പഠനമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാരി ശ്രീജ എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അവൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവളുടെ കല്യാണം, അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരുന്നു അവളുടെ കല്യാണം. പക്ഷേ അവളുടെ ഒരു പട്ടാളക്കാരനായിരുന്നു കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞ് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവൾ മരിച്ചുപോയി കേട്ടോ. അവളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞാൻ അവളെ എപ്പോഴും ഓർക്കാറുണ്ട്. അതേപോലെ തന്നെ അവളെ അമ്മയെ ഓർക്കാറുണ്ട്. അപ്പം ഇപ്പോഴും അതിങ്ങനെ ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് പ്രീ ഡിഗ്രി അല്ലേ പഠിക്കുന്നത്. അപ്പോൾ പ്രീ ഡിഗ്രി പഠിച്ച സമയത്ത് 2ാം വർഷം പഠിക്കുമ്പോഴാണ് എനിക്ക് കല്യാണ ആലോചന വരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കല്യാണ ആലോചന എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, വീട്ടിലൊക്കെ ആകെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കല്യാണ ആലോചന വരുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ കൊമേഴ്സാണ് എടുത്ത് പഠിച്ചിട്ടുള്ളത്. അപ്പം എന്നെ പഠിപ്പിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു കേട്ടോ. സാറിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ പുള്ളിക്കാരനെ ഇതേപോലെ നമ്മൾ ക്ലാസ്സിൽ ഇതേപോലെ വന്ന് ചോദിച്ചു, ഇവിടെ ആർക്കെങ്കിലും ചൊവ്വാദോഷം ഉണ്ടോ, ഉള്ള കുട്ടികളുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സിനറിയാം കേട്ടോ. മീൻസി, അമ്പിളി, അങ്ങനെ കുറേ പേരുണ്ട്, റസിയാന, അങ്ങനെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അറിയാം എനിക്കിങ്ങനെ ചൊവ്വയുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ അവർ പറഞ്ഞു, ഉണ്ട് സാറേ ദേ ലേഖയ്ക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഒരു കൂട്ടുകാരന് ഇതേപോലെ ചൊവ്വാദോഷമുണ്ട്, അതും 8ലാണ് ചൊവ്വ ഉള്ളതെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താണ്, അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നന്ദേട്ടന് ഒരുപോലത്തെ ചൊവ്വയായിരുന്നു കേട്ടോ. അത് അങ്ങനെ ഞങ്ങളുടെ പിന്നെ അച്ചാമ്മയാണ് അത് നോക്കാനൊക്കെ പോയത്. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇതേപോലെ സാറ് അപ്പം പറഞ്ഞു. അതിനുശേഷം നന്ദേട്ടൻ ഇതേപോലെ കല്യാണമൊക്കെ ആലോചിച്ച് വീട്ടിൽ വന്നു. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ നടക്കത്തില്ല എന്നുള്ള ഒരു ഇതൊക്കെ വന്നായിരുന്നു. പക്ഷേ എനിക്ക് നന്ദേട്ടനെ അന്ന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ എന്താണെന്നറിയാമോ, ഒരു ദിവസം തൃക്കോയ്ക്ക് അമ്പലത്തിൽ ഈ വൈകുന്നേരം വിളക്കെത്തിക്കുന്ന സമയം 3 പ്രാവശ്യം ശംഖൂതും. അപ്പോൾ ശംഖൂതുമ്പോൾ ഞാനാണെങ്കിൽ ഈ തുളസിയില ഉണ്ടല്ലോ, ഇങ്ങനെ പറിച്ച് ഇങ്ങനെ ഇടും. ഇതിൻ്റെ അകം വീഴുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണം നടക്കുമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പം ഇങ്ങനെ 3 പ്രാവശ്യം ഞാൻ ഇങ്ങനെ 3 പ്രാവശ്യം ഭഗവാന്റെ ശംഖൂതിയപ്പോഴും വന്ന് വീണത് അകം തന്നെയാണ്. അപ്പോൾ എനിക്ക് വിശ്വാസം, ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കല്യാണം നടക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ കുറേ നാൾ, ഏകദേശം 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം നടന്നത്. എന്താ വെച്ചാൽ എനിക്ക് ഏകദേശം അന്നേരം 18 വയസ്സായില്ലായിരുന്നു. അപ്പോൾ ഈ 18 വയസ്സ് പൂർത്തിയാകണമല്ലോ. അപ്പോൾ ഒരു നിശ്ചയമൊക്കെ നടത്തി ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിച്ചതെന്ന് പറഞ്ഞാൽ, എന്നെ തന്നെ പഠിപ്പിച്ച ഒരു സാറാണ്. ആ സാർ കുട്ടിക്കാലം തൊട്ടേ ഞങ്ങളെ ആ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്നുണ്ട്. ഹിന്ദിയാണ് മെയിനായിട്ട് അന്ന് പഠിപ്പിച്ചത്. അതിനുശേഷമാണ് പുള്ളിക്കാരൻ പിന്നെ ഞങ്ങളെ അക്കൗണ്ടൻസി പഠിപ്പിക്കാനായിട്ട് വന്നത്. അങ്ങനെ ആ സാറാണ് എനിക്ക് എൻ്റെ നന്ദേട്ടനെ കൊണ്ടു തന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ, ഈ കല്യാണത്തിൻ്റെ സമയമൊക്കെ ഒരു കുറേ നാളിങ്ങനെ പോകുമ്പം അതൊരു വിഷമമാണല്ലേ. നമ്മൾ നിശ്ചയമൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊരുപാട് നീണ്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വിഷമമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിശ്ചയമൊക്കെ നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുട്ടികളെ കല്യാണം കഴിപ്പിക്കുക കേട്ടോ. അവരെ കൂടുതൽ വിരഹഭേദന അനുഭവിപ്പിക്കാതിരിക്കുക. അപ്പം കല്യാണത്തിന് 100 ദിവസം ഉള്ളപ്പോൾ ഞാനാണെങ്കിൽ 100 കല്ലെടുത്തുകൊണ്ട് വെക്കുമായിരുന്നു കേട്ടോ. 100 കല്ലെടുത്തുകൊണ്ട് വെച്ചിട്ട് ഓരോ ദിവസവും ഓരോ കല്ലുകൾ ഇങ്ങനെ എടുത്ത് കളയും. അങ്ങനെ 99, 98, 97 അങ്ങനെയായി, 9, 8, 7ആയി, അങ്ങനെ 4, 3, 2ആയി, 1ആയി. അങ്ങനെ ഞങ്ങളുടെ കല്യാണ ദിവസം വന്നു. കല്യാണ ദിവസം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു മാസത്തിലാണ് നടന്നത്. ഡിസംബർ 8-നായിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്നത് കേട്ടോ. ഈ കല്യാണം എല്ലാം ഉറപ്പിച്ച് വെച്ചതിന് ശേഷം പിന്നെ നന്ദേട്ടനാണെങ്കിൽ 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴത്തേക്ക് വീട്ടിൽ വരുമായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ വീട്ടിൻ്റെ മണ്ടയിൽ, ടെറസിൻ്റെ മണ്ടയിൽ കയറിയിട്ട് നന്ദേട്ടൻ വരുന്നോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ദൂരേന്ന് കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക്. അപ്പം സത്യം പറഞ്ഞാൽ ആ ഒരു കാലഘട്ടമൊക്കെ എനിക്ക് ഒരിക്കലും എൻ്റെ മധുരിക്കുന്ന ഓർമ്മകളാണ് കേട്ടോ. അതിലെ പാട്ട്, മധുരിക്കും ഓർമ്മകളേ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. അപ്പുറത്ത് ചേട്ടത്തിൽ നിന്ന് മുറ്റം തൂക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നതേ വന്ന് ഇതേപോലെ വീഡിയോ ഇന്ന് എടുക്കുന്നത് വേറൊരു സ്ഥലത്താണ് കേട്ടോ. എന്നാലും സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു വെട്ടമാണ് എൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ അടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ.
അപ്പം നല്ല കാറ്റുണ്ട്, അതേപോലെ തന്നെ എന്താണ് പറയുന്നത്, നല്ല ഒരു ഫ്രഷ് എയറാണ് കേട്ടോ. വേറുള്ള വാഹനങ്ങളുടെ പുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല മനോഹരമായ ഒരു അന്തരീക്ഷമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഡിസംബർ 8-നായിരുന്നു ഞങ്ങളുടെ കല്യാണം. അപ്പം ആ സാർ മുഖേനയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാറിന് നന്ദേട്ടനെ ഈ കല്യാണം എന്നെ കൊണ്ട് കഴിപ്പിക്കുന്നതിൽ ഇഷ്ടമില്ലായിരുന്നു. എന്താ വെച്ചാൽ ആ സാർ പഠിപ്പിച്ച വേറെ ഏതോ ഒരു പെൺകുട്ടി കല്യാണം കഴിപ്പിക്കണമെന്നൊക്കെ ആയിരുന്നെന്ന് എൻ്റെ അടുത്ത് നന്ദേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് ആ സാറിനോട് നല്ല ദേഷ്യമുണ്ട്. ആ ആളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ നന്ദേട്ടനെ കൊണ്ട് തന്ന ആ സാറിനോട് സ്നേഹം, പിന്നെ അതിനോടൊപ്പം തന്നെ എൻ്റെ കൂട്ടായിട്ട് നിന്ന എൻ്റെ നരസിംഹമൂർത്തി, ഞാൻ പറഞ്ഞിട്ടില്ലേ ഭഗവാനോടും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. അപ്പം ഇതിപ്പോൾ എത്ര മിനിറ്റ് ആയെന്ന് നോക്കട്ടെ. ഞാൻ ഏകദേശം ഒരു 7-8 മിനിറ്റ് ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ സുധുക്കുട്ടി, അതേപോലെ തന്നെ ബീനമ്മ, ഗീതക്കുട്ടി, നമ്മുടെ ലൈവിലുള്ള എല്ലാവരും ഇതേപോലെ കഥയൊക്കെ ഇടണമെന്ന് പറഞ്ഞു, ഷെറിനെ, അങ്ങനെ എല്ലാവരും, രമക്കുട്ടിയൊക്കെ പറഞ്ഞു. അപ്പം ബാക്കി കഥ ഇങ്ങനെ ഒരു തുടർക്കഥ പോലെ ബാക്കി കാര്യങ്ങളെല്ലാം പറയാം. അങ്ങനെ ഡിസംബർ 8-ന് കല്യാണം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എന്താണെന്നുള്ളത് പുറകാലം നിങ്ങളോട് ഞാൻ പറയാട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ പറഞ്ഞതുപോലെ അതേപോലെ നമ്മുടെ ലൈവിലും പറയുന്നത് പോലെ എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രാർത്ഥന കൈവിടാതിരിക്കുക കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ദൈവം കൈവിടില്ല. എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന കൈവിടാതിരിക്കുക. നിങ്ങളുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വയ്ക്കുക. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകളായിരിക്കും ഉള്ളത്. അത് ഇങ്ങനെ ചിന്തകൾ വരുന്നത് അത് എത്രയൊക്കെ ആയാലും അതിങ്ങനെ അള്ള് പിടിക്കുന്ന കണക്ക് ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ ഒരിക്കലും അത് തകരാനായിട്ട് നിങ്ങൾ സമ്മതിക്കരുത്. അതിനെ വലിച്ച് ദുഷ്ചിന്തകളെ അതേപോലെ തന്നെ മോശമായ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും എടുത്ത് ദൂരെ കളയുക. എപ്പോഴും നമ്മൾ വിചാരിച്ചാലേ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിട്ടിരിക്കത്തുള്ളൂ, നല്ല സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് കേൾക്കാനേ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ അത് ശരിയായ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. രാമായണ മാസമാണ് അല്ലേ? അപ്പം ശ്രീരാമദേവനെ ഒക്കെ ഓർത്ത്, കൃഷ്ണനെയൊക്കെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ സന്തോഷമായിട്ടിരിക്കുക. അപ്പം ഇതിൻ്റെ ബാക്കി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പോൾ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നു. അതിനോടൊപ്പം തന്നെ എൻ്റെ കവിളിൽ സൂര്യപ്രകാശം ചെറുതായിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. മന്ദമാരുതൻ വന്നിങ്ങനെ എന്നെ തഴുകുന്നുണ്ട് കേട്ടോ. എല്ലാ മരങ്ങളും നന്നായിട്ട് ഇളകി ഇലകളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു ഫീലാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ നിർത്തുന്നു. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ ടാറ്റാ.